നാട്ടിൽ വന്നപ്പോൾ ഇവിടെ എന്നെ നാട്ടിൽ നിർത്തത്തില്ല. ഞാൻ പിന്നെയും ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ നാട്ടിൽ റബ്ബർ വെട്ട് തുടങ്ങി. വീണ്ടും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൾ വാരി കെട്ടി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്പർമാരെല്ലാം കൂടി മധ്യസ്ഥം ഉണ്ടാക്കി അവിടെ ചെന്ന് അവരുടെ പാർട്ടിയിലെ മെമ്പറും ഞങ്ങളുടെ പാർട്ടിയിലെ മെമ്പറും എല്ലാം കൂടി 10 മണിക്ക് തുടങ്ങിയ മധ്യസ്ഥം 3 മണി വരെ മധ്യസ്ഥം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവള് ആദ്യം മദ്യപാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർ പോയത് ആദ്യം പോകുന്ന മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ല ഇവള് പിണങ്ങി പോകുന്നത്. ഈ മൊബൈൽ പ്രശ്നം ഇപ്പം എനിക്ക് പ്രശ്നങ്ങളായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിൽ വിളിച്ച് മുക്കിൻ്റെ നാട്ടിൽ വന്നപ്പോഴത്തേ ആൾക്കാർ പറയുന്നു നിൻ്റെ ഭാര്യ അവിടെ പോയി ഇവിടെ പോയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെള്ളത്തിനോട് കൂടുതൽ ഇതായി തുടങ്ങി. കാര്യം സ്വസ്ഥതയില്ലാതെ. ഉപദ്രവിക്കുമായിരുന്നു നിങ്ങൾ? വെള്ളം ഞാൻ അടിക്കത്തില്ലായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം അവളും ഞാനും 2 രീതിയാണ് കാണുമ്പം മനസ്സിലാവും. അത് അവിടെ കൈ കൊണ്ടുവരണം തന്നെ ഞാൻ 3 കരണം മാറി. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്റെ മോനോട് 14 വയസ്സുള്ള മോനോട് ഇപ്പം ചോദിച്ചാലും അറിയാം എനിക്കാണോ കിട്ടിയിട്ടുള്ളത് അവക്കാന്നോ ഞാൻ കൊടുത്തു. നമ്മൾ കൈ പൊക്കുന്ന മുമ്പേ ഇവിടെ വീണ് കഴിഞ്ഞു. അപ്പം ഞാൻ 3 മണി വരെ മധ്യസ്ഥ കൂടിയപ്പം ഇവള് വരാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തുവാ അറിയോ, അവർ ഒരു കണ്ടീഷൻ വെച്ചു മെമ്പർമാർ. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ മെമ്പർമാരുടെ അടുത്ത് ചെന്ന് മിനി ഫോണിൽ കൂടെ വിളിച്ച് അന്നേരം അറിയിക്കണം. പോലീസിനെ കൊണ്ട് അവനെ പിടിപ്പിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അജയനും പറയണമെന്ന് പറഞ്ഞ് പുതുവർഷത്തിൻ്റെ അന്ന് നല്ലൊരു ദിവസത്തിൻ്റെ അന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവരുടെ മെമ്പറൂടെ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വെട്ടാനും പോയി പണിക്ക് പോവുക. മൈക്കാട് പണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പച്ചക്കറിയും സാധനങ്ങളും വെപ്പുണ്ട്, അരി അടപ്പിടണ ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇവളെന്ത് ചെയ്തു, എന്നോട് 10 മണിയായപ്പം വിളിച്ചിട്ട് പറഞ്ഞു തോമന് മേടിക്കാൻ കാശില്ല, 100 രൂപ വേണം. ഞാൻ സ്കൂട്ടറെ വന്ന് 100 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചോറും വെക്കണമെന്ന് പറഞ്ഞു. 12 മണി ആയപ്പോഴത്തേന് ഒരു ഫോൺ ബുക്ക് വന്നു. മൊബൈലിൽ വന്നത് ആദ്യം വേറെ ഒരാളിൻ്റെ ആയിരുന്നു. ആരാന്നറിയത്തില്ല. അമ്മയത് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് അയലത്തുകാരും ശ്രദ്ധിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തള്ളയുടെ ഫോൺ വന്നു. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നാലേ പറ്റത്തുള്ളൂ, ഇന്നപോലെ എൻ്റെ ഫോണിലും കോള് വരുന്നുണ്ട്. ആരാന്ന് ഇതിൻ്റെ പ്രതി ആരാന്ന് നമുക്കറിയത്തില്ല. ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവളെന്ത് ചെയ്തു, കഞ്ഞിയും ഒന്നും വെക്കാതെ എൻ്റെ ആ കൊടുത്ത 100 രൂപയും എടുത്ത് 5-6 തുണിയും എടുത്ത് ഈ പിള്ളേരെയും വിളിച്ചുകൊണ്ട്. അപ്പോൾ മൂത്ത മോൻ ചോദിച്ചു, അമ്മേ അച്ഛൻ ഉണ്ണാൻ വരത്തില്ലേ പണിയും കഴിഞ്ഞ്? അച്ഛനോടെ പറഞ്ഞു, അത് ഞാൻ മൊബൈലിൽ വിളിച്ച് പറഞ്ഞോളാം, നീ വാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കാൻ ഓട്ടോയും വന്ന് കയറി ഇവിടെ വീട്ടിലങ്ങ് പോയി. അപ്പോൾ ഈ മെമ്പർമാർ പോലും പറയാതാണ് പോകുന്നത്. കാര്യം ഇവൾ പോവാണെങ്കിൽ പറഞ്ഞിട്ടേ പോകാമെന്ന് അവർ ഇത് കൊടുത്തത്. പറയാതെ അങ്ങ് പോയി. ഉടനെ തന്നെ ഞാൻ ഉച്ചക്ക് ഉണ്ണാൻ വന്നത് താക്കോല് പഠിക്കലിരിപ്പുണ്ട്. അയലത്തുകാരും എല്ലാം തിരക്കാൻ പറഞ്ഞു. അവൾ ഇന്നാളിത്തെ പോലാണ്ട് വീണ്ടും വാരി കെട്ടിപ്പോയി. അവള് നിൽക്കാൻ കാരണം എനിക്കറിയത്തില്ല. മൊബൈലിൽ ഫോൺ കോള് വരിക, ഇവള് പോവാ. കാരണം എന്തുവാ, നമ്മളെന്നില്ല മെമ്പർമാരെല്ലാം മധ്യസ്ഥം ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് കൊണ്ടുവിട്ടല്ലേ. ഇതിപ്പോ അവരുടെ അമ്മ വിളിച്ചിട്ടല്ലേ പോയേ? അവരുടെ അമ്മയാണെന്നാ വിളിച്ചാൽ മറ്റാരാന്നോ നമ്മളറിയുന്നില്ല. അവരുടെ വീട്ടിലേക്കാ ഞാൻ ബൈക്കിൽ പോയി ഉണ്ടേ. ബൈക്കിൽ ഇവരുടെ അത്രയും 25 കിലോമീറ്റർ ഓടിച്ച് ഈ ചെളിയോടെ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട്. വേറെ ആരെയും കാണുന്നില്ല. നമ്മൾ ചെന്നപ്പം കൊച്ചുകൊണ്ട് ഇവളുണ്ട്. ഞാൻ എന്നേം ചോദിച്ചു, നീ എന്തൊരു കാര്യം അടി ചെയ്തേ? ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതല്ലേ, ഈ വേഷത്തിൽ ഞാൻ ഈ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ച് ഇത്രയും വേണ്ട കാര്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വീട്ടിൽ പോകുന്ന മുമ്പേ ഇവരുടെ വാട്ടിലെ മെമ്പറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കൊച്ചേട്ടാ രണ്ട് പിന്നെയും വാരി കെട്ടി വന്നിട്ടുണ്ട്, എനിക്ക് ഇനിയും വയ്യ അതിൻ്റെ പുറകെ നടക്കാൻ. അപ്പം ഇവളെ വിളിച്ച് കൊച്ചാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊച്ചേട്ടാ അത് അമ്മ ഒരു അത്യാവശ്യത്തിന് വിളിച്ചുകൊണ്ട് വന്നതാണ്. നാളെ രാവിലെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ കൂടെ വീണ്ടും വണ്ടിയിൽ ഇനി പോകുന്നു. ഞാൻ അന്ന് അവിടെ അങ്ങ് തങ്ങി, പണിക്ക് പിന്നെ പോയില്ല. അന്ന് തങ്ങിയിട്ട് പിറ്റേ ദിവസം ബൈക്കിൽ കയറി ഇവളും പിള്ളേരും കൂടെ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അപ്പോൾ എനിക്ക് പൈസ ബുദ്ധിമുട്ടുമൊക്കെ വന്നു. അപ്പോൾ അതിലെ ഈ തെക്കപ്പുറത്തെ നിലം പലിശ പോലെ ആയി കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വിറ്റ് കടം നാട്ടിലെ എല്ലാം അങ്ങ് തീർത്ത് പിന്നെ വരുന്ന കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും വരിക, ഫോൺ കോൾ വരിക, അങ്ങ് പോവുക, ഒരു വിധത്തിൽ നിൽക്കത്തെ. വീണ്ടും ഞാൻ എറണാകുളത്ത് കമ്പനിയിൽ പോയി പിന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ളത് എനിക്കൊരു ജോലി വേറെ കിട്ടി. പ്ലസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ജോലി കിട്ടി. ഓരോ വലിയ ഹോട്ടലുകളിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ റൂം എടുത്ത് താമസിക്കുക. ചെക്കൗട്ട് ആകുമ്പം അത് അവിടുത്തെ ആൾക്കാർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ സ്പ്രേ വേറെ മറ്റ് അണുക്കളുകൾ ഉണ്ടാവാതിരിക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. അങ്ങനെയുള്ള ജോലികളാണ്. അതിപ്പോൾ എല്ലാ ഒറ്റപ്പാലത്ത് അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ജോലി കിട്ടിയവൻ കളയാതെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ മധ്യസ്ഥം ഉണ്ടാക്കിയ മെമ്പറെല്ലാം കൂടി ഇവരുടെ വീട്ടിൽ താമസമാക്കി. എൻ്റെ ഭാര്യ വീട്ടിൽ അവിടെ ആൺപിള്ളേരില്ലല്ലോ, 2 പെൺപിള്ളേരാണ്. അപ്പോൾ ഇളയനെ കെട്ടിച്ചു വിട്ടു. അപ്പം തള്ളയുണ്ട്, അജയൻ അവിടെ താമസിക്കും. കൊച്ചുങ്ങളുടെ ഇവിടെ ഇണങ്ങി പറഞ്ഞ് എനിക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമാണ്, CC മേടിക്കാൻ പറഞ്ഞു. സ്കൂളിൽ ചെന്നപ്പോൾ CC അവർ കൊടുത്തില്ല.
അവൻ്റെ അച്ഛൻ വരാതെ ഞങ്ങൾ തരത്തില്ല ഇവിടുന്ന്, അവരുടെ സമ്മതം കിട്ടാതെ പറ്റത്തില്ലെന്ന്. ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്തേര്. അവിടെ തായപ്പോൾ ഇനി അവിടെ നിന്നാലെങ്കിലും ശരിയാവുന്ന കേട്ടോ, ഈ വാരിക്കെട്ട് നിൽക്കുമല്ലോ, ആൾക്കാരുടെ മുഖത്ത് നാണക്കേടില്ല. അപ്പോൾ എൻ്റെ വീടെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ വീട്ടിൽ കിടന്ന ടി വിയും ഓൺ തിയേറ്ററും DVD എല്ലാം എടുത്തുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് ഞാൻ ഉൾപ്പെടെ താമസമായി കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഇവള് പറഞ്ഞു കേട്ടോണ്ട് കൊല്ലത്ത് എനിക്ക് ജോലിയുണ്ട് പോയി. ഞാൻ 2 മാസം 1 മാസം ഇരിക്കലേ പോയി വന്ന്. ആദ്യമൊക്കെ കുഴപ്പമില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇവരുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഫോൺ വരുവാണ്. ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അറിയാവുന്ന കൂട്ടുകാരും മറ്റുള്ളവരും ഇവരുടെ നാട്ടിലും എനിക്ക് എല്ലാവരുമായിട്ടും ആ നാടുമായിട്ടും നല്ല ബന്ധം, എൻ്റെ നാട് പോലെ. കോള് വരുന്നത് എന്തും അറിയോ, കൊച്ചുങ്ങളെ ഒരുക്കത്തുമില്ല, കുളിപ്പിക്കത്തുമില്ല, വല്ല് കേൾപ്പിക്കത്തുമില്ല, പിള്ളേർ തന്നെ കുളിച്ച് ഒരുങ്ങി സ്കൂളിൽ പോവുക. ആ പുറകെ ഇവർക്ക് ജോലിയൊന്നുമില്ല, ഇവിടെ ഒരുങ്ങി അങ്ങ് പോവുക. എവിടെ പോവാന്നൊന്നുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞ ഒരു 5-6 മാസം വേറെ ആരെങ്കിലും ആയിട്ട് ഈ സ്ത്രീക്ക് കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാര്യം മറ്റ് ഇത്രയും ഞാൻ നേരി കണ്ടിട്ടില്ല. പക്ഷെ ആരോ ഇതിന്റെ പിന്നിൽ, ഇവരുടെ അമ്മയൊന്നുമല്ല, ഇതിന്റെ പിന്നിലൊരു ചൈൽഡ് വലിയുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കൊല്ലത്തു നിന്ന് വരുമ്പോൾ ഇവരുടെ വീട്ടിൽ താമസമാക്കി കഴിയുമ്പോഴത്തോട് ഇവിടെ ഫോണിൽ കോള് വരും. കോള് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുമോ, ഞാൻ ഉണ്ടെന്നറിയുമെങ്കിൽ രാത്രി ഒരു 8 മണി കഴിഞ്ഞ് ഈ മൊബൈൽ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, രാത്രി ഒരു 11:30-12 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങുന്ന രീതി കിടന്ന് കഴിയുമ്പോൾ എന്ത്, തള്ളയുടെ മൊബൈലിൽ, എൻ്റെ അമ്മായിമ്മയുടെ മൊബൈലിൽ കോള് വരും. അതാണുങ്ങളാണ് കോള് വിളിക്കുന്നത്. അമ്മായിമ്മ ആ ഉറക്കത്തെ അവിടുന്ന് എണ്ണിച്ചിട്ട് ഇവർ വിചാരിക്കും ഞാൻ ഉറങ്ങുവന്ന്. കഥ മുമ്പോശത്തെ കഥ വന്നിട്ട് മുറ്റത്ത് പോകും. മുറ്റത്ത് പോയിട്ട് അങ്ങ് സംസാരമോ 1 മണി വരെ. അമ്മായിമ്മ ഫോണിൽ സംസാരിക്കുക. നാളെ രാവിലെ ആയിട്ട് വിവരം പറയാം. അങ്ങനെ ഞാൻ വന്ന് അപ്പം ഞാൻ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഈ മനസ്സിലാകത്ത്. ഈ രാത്രി കോള് വരുന്നത് ഏത് വീട്ടിലും 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ അപകടം നടന്നു കഴിഞ്ഞാൽ 12 മണിക്കും 13 മണിക്കും കോൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ എന്ത് ചെയ്യും അറിയോ, ഞാൻ അവിടുന്ന് എങ്ങോട്ടല്ലോ എങ്ങുന്ന സമയത്ത് ഈ തള്ള എന്ത് ചെയ്യും അറിയോ, മോളെ വിളിച്ചിട്ട് പെരയുടെ പുറകെ ചെന്നിട്ട് ജേഴ്സിയം പറിച്ച. അപ്പം എനിക്ക് ഈ പലവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഞാനും ഇവളറിയാതെ തന്നെ ന്യൂട്രലിൽ ഒരിത് ചോദിച്ചു. അപ്പോൾ പാത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത്. ഇതൊക്കെ ഞാൻ പാത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ആളിനെ നമ്മൾ കാണുന്നുമില്ല. ഇവിടെ മൊബൈലിൽ തന്നെ ഞാൻ കൃത്രിമത്തിൽ കൂടെ ഈ നമ്പർ എടുക്കാൻ നോക്കുമ്പോൾ എല്ലാം എന്തു അറിയോ, കോള് ആ വരുന്ന ടൈമും സമയവും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൊല്ലത്തിൽ നിന്ന് കൂട്ടുകാരി ചോദിച്ചു, എടാ ഈ മൊബൈലിൽ നെറ്റ് വഴി വരുന്നു, അല്ലാത്ത സാധാ മൊബൈലിൽ വരുന്ന നമ്പരൊക്കെ എങ്ങനെ എടുക്കുന്നത്, ഇത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാൻ. ഭാര്യയുടെ ഈ കോളുകൾ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായി പഠിക്കാൻ പോയി. ആണുങ്ങളോട് തന്നെ ഇവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായോ? എനിക്ക് ഉറപ്പ് വന്നു. കാര്യം അത് ഉറപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വീടിന് ഒരു 50,000 രൂപയുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ സഹായം വെച്ച് തേപ്പിക്കാൻ കിട്ടി. അപ്പം ഇവളും ഞാനും ഇവിടെ കൊല്ലത്ത് വന്ന് അത് വയറിങ് ചെയ്യണമുണ്ടായിരുന്നു. വയറിങ്ങും ചെയ്യിപ്പിച്ച് തേപ്പിക്കാൻ, തറയിടാൻ സിമെൻറ്റും ഒക്കെ എടുത്ത് വെച്ച് ഒരു മേശിരിയും വിളിച്ച് മൈക്കാടുകാരെയും വിളിച്ച് തേപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലും അവിടെ മൊബൈലും ഇവിടെ എൻ്റെ താരെ അനിയൻ്റെ വീട്ടിൽ വെച്ചേക്കും. അപ്പം ഞാൻ മേളി ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നു. ഇവള് വെള്ളം കോരാനായിട്ട് പോയത്. പെട്ടെന്നൊരു കോള് അവിടെ ഫോണിൽ ബെല്ലടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ജോലിക്കാരായതുകൊണ്ട് വിളിക്കുമെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ എടുത്തപ്പോൾ ആണുങ്ങളാണ്. എവിടെ ഇപ്പം പുള്ളിക്ക് തെറ്റി, ഞാൻ സംസാരിച്ചില്ല, മൊബൈൽ ഓണാക്കി ചെവി വെച്ചുകൊണ്ടിരുന്നപ്പം നീ എവിടെ അടി, എന്താടി ഇന്നലെ കണ്ടില്ലല്ലോ, നീ എന്തിനാടി പന്തളത്ത് പോയെ, ഇങ്ങനൊക്കെ. അപ്പം ആണിൻ്റെ സംസാരം ഒത്തിരി നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഭാര്യയെ കയറി നീ ആരടാ എടി എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാനും ഫോണിൽ കൂടെ തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വേളമായി. ഇവൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ എടുത്ത വക ചോദിച്ചു, ആരടി നിന്നെ ഈ മൊബൈലിൽ എപ്പോഴും വിളിക്കുന്നത്? അത് എൻ്റെ അമ്മയാണ്, അനിയത്തെ. ഞാൻ പറഞ്ഞിട്ട് അമ്മയല്ലല്ലോ, ഈ ചെറുപ്പക്കാരനാണെന്നല്ലോ സംസാരിച്ചത്. അത് ചെറുപ്പക്കാരനൊന്നുമല്ല, എൻ്റെ കൊച്ചച്ഛനെ. ഞാൻ പറഞ്ഞു കൊച്ചച്ഛൻ്റെയൊക്കെ സംസാരം എനിക്കറിയാം. ഇതാനാ വന്ന് ഇവള് മൊബൈലിൻ്റെ പിടിച്ചു മേടിച്ചിട്ട് പോയി. അത് പറഞ്ഞ് അന്ന് ബഹളമായി. അപ്പം മേശരിയൊക്കെ എനിക്ക് ബഹളമായി കഴിഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്ത് അറിയോ, എല്ലാവരെയും ഇവിടെ കാണിച്ചു തരാം, അവിടെ നിന്നെയും കാണിച്ചു തരാം, എൻ്റെ വീട്ടുകാരെയും കാണിച്ചു തരാമെന്നുണ്ട് ചാടി പഴയ പെരയകത്തോട്ട് കയറി കഥവും കടച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവിടെ ഇങ്ങനെ പോയി ഇന്ന് കരയെ വരും. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ ഓടി വന്നിട്ട് പറയുന്നു, അമ്മ പെരയകത്ത് കയറി കഥ അടച്ചിട്ട് കൈയുടെ ഞരമ്പ് മുറിച്ചെന്ന്. കൈയുടെ ഞരമ്പ് ഇവിടെ വെച്ച് അങ്ങ് മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചാടി ചെന്ന്, അച്ഛാ ഓടി വാച്ചാ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ചെയ്തല്ലേ, എനിക്കൊരു കുഴപ്പമില്ല, ഈ നാട്ടുകാരെല്ലാം കണ്ടും ഇവിടെ വേണ്ട ജാമ്യത്തിന് ആളും നിൽപ്പുണ്ട്, മേശിരിമാർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, മൈക്കാടുകാരും നിൽപ്പുണ്ടല്ലോ അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, എടാ എത്രയായാലും ഉള്ളല്ലോ, ചോര പോയി കഴിഞ്ഞാൽ നരമ്പൊക്കെ ഇല്ലയോ, ചിലപ്പോൾ തീർന്നു പോകാൻ, നീ ചെന്ന് തുണി എന്തെങ്കിലും കഥ തന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോധം കെട്ട് നിലത്ത് കിടപ്പുണ്ട്. അമ്മ വന്ന് ആഴ്ചത്തുകൊണ്ട് ഞാൻ പറഞ്ഞ് കൊണ്ടുവന്നില്ല, ഇച്ചേരോടൊന്ന് ബോധം കെടട്ടെ, അത് കഴിഞ്ഞിട്ടേ കൊണ്ടുവന്നുള്ളൂ. പിന്നെ തുണി ചുറ്റി കെട്ടി. അപ്പോൾ ആശുപത്രിയെ കൊണ്ടുപോകാൻ ഇവിടെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടിറങ്ങിയപ്പം അയലത്തുകാർ പറഞ്ഞു, ചിലപ്പോൾ ഇത് കേസാവും,
കാര്യം നിൻ്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചതാണ്. ഇവള് താമസിക്കുന്ന ഇപ്പം പെണ്ണുമ്പിള്ള വീട്ടില്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിങ്ങൾ തമ്മിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും അടിപിടി ഉണ്ടായെന്നേ ആശുപത്രിയിൽ ചെന്നാലും സംശയം തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഇവിളി ചിലപ്പം തിരിച്ചു പറയുക, നീ കണ്ടിച്ചാണെന്ന് പറഞ്ഞാലും നീക്ക് ഇടിയുള്ളൂ. പെണ്ണുങ്ങൾ പറഞ്ഞതേ ഇപ്പം എറിക്കത്തുള്ളൂ മോനെ, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുണ്ട, നിനക്ക് പരിചയമുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടോ. ഞാനപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവിടുന്ന് ഓയിൽമെൻറ്റും ഒക്കെ മേടിച്ച് ഇപ്പോൾ കുത്തിക്കെട്ടായിട്ടില്ല. പുള്ളി പറഞ്ഞ് മരുന്ന് നീ തന്നെ കരി വെച്ച് വയറ്റിൽ നിങ്ങൾ മറ്റേ ടാപ്പ് ചെയ്യുന്ന ആ കത്തി ഏതാണ്ട് ടാപ്പിങ്ങിന് കുത്തിയോ? അത് ഞാൻ കുത്തിയല്ല, അത് ഞാൻ കുത്തിയതല്ല, അത് എൻ്റെ മോനും ഉണ്ട്. കുത്തിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലവട്ടം ഇവർക്ക് വേറൊരു സ്വഭാവമുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് നെഞ്ചത്തിടിക്കുക, മുടി അഴിച്ചിട്ട് പെരയകത്ത് കിടന്ന് ഉരുളുക, സ്വന്തം ഇട്ടേക്കുന്ന തുണി വലിച്ചു കീറുക. അതെൻ്റെ മോനോടെ ചോദിച്ചറിയാം. അപ്പോൾ ഈ ഞാൻ ഈ എറണാകുളത്തെ താമസമായി ഇവള് ജോലി മേടിച്ച് തന്നപ്പോഴും പോയപ്പോഴും ഇവള് സ്വന്തമായിട്ട് എൻ്റെ ഈ പുതിയ വീട് തറയിട്ടിട്ടില്ല. ആ മണ്ണിൻ്റെ അകത്ത് ഇവള് അപ്പോൾ ഷെഡിൻ്റെ അകത്ത് വന്ന് പിള്ളേർ ഉറങ്ങി കേൾക്കുമ്പോൾ എണ്ണീച്ച് എന്നിട്ട് കഥ തുറന്നിട്ടും മറ്റേ പെരയുടെ തുറന്നിട്ടിട്ട് രാത്രിയാകുമ്പോൾ ഇവള് എണ്ണീച്ച് എന്നിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് ഉരുളുക. അങ്ങനെ ഉണ്ട്. എന്തോ കാണുമെന്ന് അറിയത്തില്ല. ഉരുണ്ട് കഴിഞ്ഞിട്ട് എന്ത് രാവിലെ അങ്ങനെ 2-3 വട്ടമായി മോൻ ഇത് ശ്രദ്ധിച്ചു. അല്ല, എന്താണ് അവരുടെ ഹോബിയാണോ ഈ ഉരുളുന്ന? ഹോബിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറഞ്ഞു എന്തോ ആരെങ്കിലും എന്തെങ്കിലും മന്ത്രവാദം മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതിന് ഞാനിപ്പോ ഒരുപാട് കാശ് കളഞ്ഞിട്ടിരിക്കുക. ഇങ്ങനെ പുരയിടത്തിൽ വീട്ടിൽ താമസം സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതാണോ, അതോ നിങ്ങള് ഫോണിൽ കൂടെ വിളിച്ച് നിങ്ങളുടെ സംശയവും കാര്യങ്ങളും പറയുമ്പോ എന്റെ ദൈവമേ എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് ഉരുളുന്നതാണോ? അതും അറിയത്തില്ല, ചോദിക്കുമ്പോ ചിലപ്പോ അതും അറിയത്തില്ല. പക്ഷെ ഇവക്ക് ഒരു കുത്തിയ പാട് അവര് കുത്തിക്കെട്ടും ആൾക്കാരെ കാണിച്ചത്. അതെ, ഞാന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാനായിട്ട് കുത്തിയല്ല. കുത്തിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വഴിക്കൊണ്ട് സ്വന്തം അവള് വെട്ടിക്കൊണ്ടിരുന്ന അവള് വെട്ടിക്കൊണ്ടിരുന്ന കത്തി ഇവള് പള്ളക്ക് കയറ്റാൻ തുടങ്ങി, സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോൻ്റെ മുന്നിൽ വെച്ചാണ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിടിച്ച് ഞാൻ കത്തിക്ക് പിടിവലി ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പിടിവലി ഉണ്ടായപ്പോൾ ഇത് കവട്ട പോലുള്ള കത്തിയാണ്. അതെന്ത് ഇത് ഇവിടവും പിന്നെ വേറെ ഈ പാഹു കൊണ്ട് മുറിഞ്ഞു. കാര്യം അതാ ഞാൻ തന്നെ കുത്തിയാണെങ്കിൽ ഇവക്ക് അന്നേരം എൻ്റെ പേര് പരാതി കൊടുത്താൽ ഞാൻ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. എൻ്റെ ഭാര്യ എൻ്റെ പേര് ഒരു കേസ് കൊടുത്തിട്ടില്ല. ഒരു ഒറ്റ സ്ഥലത്തും ഞാനല്ലാതെ എൻ്റെ ഭാര്യ എങ്ങും പരാതി പറഞ്ഞിട്ടില്ല. ഞാനൊരു തല്ലിപ്പുള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവക്ക് ഇപ്പോഴും കാരണമൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാം. കാര്യം 6 മാസം കൊണ്ട് ഞാൻ പിള്ളേരെ കാണാൻ ചെല്ലുന്നുമില്ല, ഇവിടെ മേടിച്ച് ചിലവിനും കൊടുക്കുന്നില്ല. കഴിഞ്ഞ ജൂണിൽ മാത്രം 10,000 രൂപയുടെ തുണിയും പുസ്തകങ്ങളും ബുക്കും എല്ലാം ഞാൻ മേടിച്ച് കൊടുത്തു. ഈ വൃക്ഷമാസത്തെ മക്കളെ ശബരിമല കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞാൽ വന്ന് ഇവിടെ ഒരു രക്ഷണം മേടിക്കാൻ പോലും എൻ്റെ വീട്ടിൽ വന്നില്ല. എൻ്റെ വീട്ടിൽ വെച്ച് എന്നെ കിട്ടുമുറി 2 ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ശബരിമലയെ കൊണ്ടുപോയി 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം മക്കൾക്ക് ഷൂ വേണോ പറഞ്ഞ് ഷൂ മേടിച്ച് കൊടുത്തു, വാച്ച് മേടിച്ച് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് പ്രസാദവും എല്ലാമായിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഇവരുടെ പഠിക്കാൻ കൊണ്ടുവന്ന് വിട്ടു. അന്നേരം ഇവളെ ഞാൻ കണ്ടില്ല. അയലത്തുകാരെ ഏൽപ്പിച്ചാണ് ഞാൻ കുഞ്ഞുങ്ങളെ അവിടെ വെച്ച്. പക്ഷേ പിന്നീട് എൻ്റെ അമ്മ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇതുപോലെ അവൻ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവിട്ടുണ്ട്, അവൻ ജോലിക്ക് പോവാ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വിറവേർക്കാൻ പോയെന്ന് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവൾ മറ്റെങ്ങും പരാതി കൊടുക്കുവോ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് അയാളെ വേണ്ട ബന്ധമൊഴിഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയിലെ മെമ്പറിനെയോ അവരുടെ നാട്ടിലെ പാർട്ടിക്കാരെയോ സമുദായക്കാരെയോ ആരുടെ അടുത്തും പോയി പരാതി പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞു. പക്ഷേ എനിക്ക് വേണം ഞാൻ പഠിച്ചതല്ല, എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ എൻ്റെ 2 കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതം പോലെ നശിച്ച് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അതുങ്ങളെ സ്നേഹിച്ച് നല്ല രീതിയിൽ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു പടം കാണിച്ച് കൂടെ താമസിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഒരു നിലയെത്തിക്കണമെന്ന് ഉള്ള ജീവിതത്തിൽ പോകുന്നതാണ് ഞാൻ. ഇവിടെ ആദ്യം പറഞ്ഞു മദ്യത്തിന് അടിമയായ ശരിയാ കുടുംബം നശിക്കാൻ എളുപ്പമാണത്. മദ്യം നമ്മുടെ വയലിലോട്ട് വരുത്തില്ല, നമ്മൾ കുടിച്ചെങ്കിലേ മദ്യത്തിന് അടിമയാകത്തുള്ളൂ. നമുക്ക് ഏത് ലോകത്തും ഒരു സംഗതി വേണ്ടാന്ന് തീരുമാനിച്ചാൽ വേണ്ട, പൂർണ്ണമായിട്ട് അത് നീതി. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പിൽ ഞാൻ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, 2 കുഞ്ഞുങ്ങൾ പന്നലാവുക, അതുങ്ങളെ ഭാഗമൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് 2 കൽപ്പിച്ച നാട്ടുകാരെല്ലാം കൂടെ ഉറപ്പ് തന്നതിൻ്റെ പേരിൽ എന്നോട് പറഞ്ഞു അജയനെ കുടിക്കാതെ അവരുടെ വീട്ടിൽ ചെല്ലേ, കുടിയൊക്കെ നിർത്ത് എന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ കുടിക്കത്തില്ല, ഇപ്പം 4-5 മാസമാകുന്നു കുടി നിർത്തിയിട്ട്. ധൈര്യത്തെ അവിടെ ചെന്നിട്ട് ചങ്കുറപ്പാട്ടി ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ അടുത്ത് പോയ പ്രശ്നങ്ങളാകും, ഇല്ല നീ ചെന്ന് പറ എന്ന് പറഞ്ഞ് ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നു. ഇവളുമായിട്ട് സംസാരിച്ച് കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ അയലത്തുകാരെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ മടുത്തു, പോലീസ് സ്റ്റേഷൻ മധ്യസ്ഥ ഇങ്ങനെ നടന്നു തന്നു പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളും വലയുക. എൻ്റെ കൊച്ചിൻ്റെ ഓപ്പറേഷൻ 5 വയസ്സ് നടത്തണ്ടേ തിരുവനന്തപുരം, അതുവരെ മുടങ്ങി നീ കാണും. അതുകൊണ്ട് വീടിൻ്റെ ഇനിയും പണി തീരാനുണ്ട്. അതുകൊണ്ട്
ഒന്നീ വേണ്ടാന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് ഇവിടെ കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നിനക്കും പരാതി കൊടുക്കാം. ഞാൻ ചിലവിന് തരുന്നില്ല, അല്ലെങ്കിൽ നിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് തല്ലി, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പിള്ളേരെ ഇങ്ങനെ ചെയ്തു, നീ എല്ലായിടത്തും പറഞ്ഞു ഞാൻ മെൻ്റലാണ്, മദ്യത്തിന് അടിമയാണ്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നീ പലരും പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞു നിനക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ അവർ എന്നെ പൊക്കിക്കൊണ്ട് പോകും. നിനക്ക് കൊടുക്കാം. കൊടുത്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വഴി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വഴി പോവാം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷേ എനിക്ക് വിട്ടു തരണം. കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ വരാൻ തയ്യാറായി എപ്പോഴും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇനി വന്നേരെ എന്തോ. എന്നാൽ ഇവള് പറയുന്നത് എന്തോ അറിയോ, അത് പറ്റത്തില്ല, ഒരിയത്തില്ല, എന്നാൽ വന്ന് താമസിക്കരുത്. എന്നിട്ട് ഇവരുടെ വീട്ടിൽ താമസിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ കൊല്ലത്ത് വന്ന് ഞാൻ മാസത്തിൽ വരാൻ തുടങ്ങും. ഇവള് പറയുന്നത് അറിയോ, വരണ്ട, പൈസ ഇനി അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി, ഞാൻ നാട്ടിലോട്ട് വരണ്ട, അവരുടെ വീട്ടിലോട്ട് വരണ്ട. ഈ പിള്ളേരെ അവിടെ ചേർത്തും കഴിഞ്ഞു. വരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപദ്രവിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു? ഇല്ല, അവരുടെ സ്വന്തം നാടല്ലേ. അവരുടെ നാട്ടിൽ ചെന്ന് ഞാൻ ഇവിടെ തല്ലിക്കഴിഞ്ഞാൽ അവരുടെ നാട്ടുകാരെന്നെ വെച്ചേക്കും മുറ്റത്തുള്ളൂ. അപ്പുറം ഇപ്പുറം എല്ലാം മുട്ടി വീടാണ്. ഉറക്കെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം കുറേ നാൾ കൊണ്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ സമ്മതത്തോ കൂടിയാണ്. കാര്യം നാട്ടുകാർക്ക് എന്തൊക്കെ അറിയാം അവരുടെ മുറ്റത്തുള്ളത്. അവരുടെ സമ്മതത്തോ കൂടിയാണ് ഇന്നലെയും ഞാൻ അവിടെ പോയി. ഇന്നലെ സംസാരം ഉണ്ടായി. ഇന്നലെ പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മേഡം വിളിച്ചു പറഞ്ഞു 3 മാസം കഴിയാതെ അവൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കൊച്ചിനെ കൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തേക്കുക, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവൾ എന്നോട് പറഞ്ഞു ഇവിടെ ഈ റിപ്പോർട്ട് കൊടുത്താൽ അവൾ വരുത്തില്ലെന്ന് എൻ്റെ അനിയനോടെ എല്ലാം വിളിച്ച് പറഞ്ഞതാണ്. ഇപ്പം മോൻ എന്തുണ്ടെങ്കിലും ഇവള് സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹം മൊത്തം മക്കൾക്ക് എന്നോടാണ്. അനിയത്തി വന്ന് എന്നോട് നേരെ തട്ടിക്കറി പറഞ്ഞു. അവർ അന്നേരം പറഞ്ഞുണ്ടാക്കുന്നത് എന്താ പറയുക, ഞാൻ മദ്യം കഴിച്ചതാണെന്ന് മുമ്പേ ഈ അനിയത്തിയുടെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിയും പറഞ്ഞ് ഇന്നലെ വന്നപ്പോൾ ഞാൻ പെരയകത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പം അനിയത്തി കയറി എന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയെ എനിക്ക് എവിടെ വെച്ച് വേണമെങ്കിലും 4 പേരെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും കാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കും. അനാവശ്യം പറയുമ്പോഴല്ലേ കുഴപ്പമാകും. കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഭാര്യയുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥിതിക്ക് സംസാരിക്കും. ഈ അനിയത്തിയുടെ ഭർത്താവ് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഞാൻ പെരയകത്ത് അനങ്ങാതെ കിടക്കുമായിരുന്നു. എന്നിട്ട് അവൻ്റെ ഭാര്യ എന്നെ വിളിച്ച ചീത്തയും കേട്ടോണ്ട് അവൻ ആ പെരയകത്ത് കിടക്കുമായിരുന്നു. അപ്പം എന്തിരിതായിരുന്നു. ആ സ്ഥാനത്ത് ഞാൻ അവൻ്റെ ഭാര്യ അന്നേരം അവിടെ വെച്ച് 2 പൊട്ടിക്ക് കൊടുത്തായിരുന്നു. എന്തുമായിരുന്നു അവിടെ നടക്കുന്നത്. അന്നേരം അവർ മറ്റൊരു പെണ്ണിനെ കയറി അടിക്കുമ്പോൾ അത് കേസ് വേറെയാവും. അപ്പം അവിടെ മുറ്റത്തുള്ളവരെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുവാണ്, അവിടെ അയലത്തുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കാനല്ല വന്നു, എനിക്കിത് നാളെ അവൾ ചാനലിൽ വന്നേ പറ്റൂ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. അതറിഞ്ഞിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും കയറി ഇറങ്ങാൻ എനിക്ക് വയ്യ. ഞാൻ കഷ്ടപ്പെടുന്നു. അജയന്റെ ആവശ്യം ഇപ്പം അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ നിങ്ങൾ? അവരെല്ലാവരും ഇപ്പം പറയുന്നത് അവൾക്ക് വേണ്ടെന്നാണ് അവൾ പറയുന്നത്. എല്ലാവരും കൂടെ പറയുന്നത് എങ്ങനെയാണ്, വേണ്ട പുള്ളിക്കാരിക്ക് വേണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അവൾ ബന്ധം ഒഴിയത്തുമില്ല.